Hello everyone, welcome back to our class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. നമ്മുടെ 3 ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് 4th സെമിസ്റ്ററിൽ അവർക്ക് നമ്മുടെ ഗ്ലോബൽ വോയിസസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും. കാരണം കുറേ കുട്ടികൾക്ക് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെയും ചാപ്റ്റർ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് സിനണിംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. സിനണിംസ് ഉണ്ട്, ആൻറ്റണിംസ് ഉണ്ട്. വി ഹാവ് ബോത്ത് സിനണിംസ് ആൻഡ് ആൻറ്റണിംസ്. അത് സിനണിംസ് എന്താണ്, ആൻറ്റണിംസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. സിനണിംസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഒരേപോലെ ഉള്ള സെയിം മീനിങ്സ് വരുന്ന, സിമിലർ മീനിങ്സ് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ സിനണിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻറ്റണിംസ് എന്ന് പറയുമ്പം ഓപ്പോസിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് സിനണിംസ് നോക്കാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റൈറ്റ് ദ സിനണിംസ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ. ഫോർ എക്സാമ്പിൾ, പാഷനേറ്റ് എന്ന് പറയുന്ന വേർഡ്, പാഷനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ നമ്മൾ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫിയറി എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ അതിന് സിനണിമായിട്ടുള്ളത്, അതിൻ്റെ ഈക്വൽ മീനിങ്ങിൽ വരുന്ന ഒരു സിമിലർ മീനിങ്ങിൽ വരുന്ന ഒരു വേർഡാണ് ഫിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഫോറേജ് എന്ന് പറയുന്ന വേർഡ്, സെർച്ച് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അന്വേഷിക്കുക എന്നുള്ള മീനിങ്ങിലാണ് ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സിനിമയായിട്ട് കൊടുക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഡിവാസ്റ്റേഷൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ, നാശം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ 3 വേർഡ്സിൻ്റെ സിനണിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് ആൻറ്റണിംസ് ആണ്. ആസ് വി ഹാവ് ഓൾറെഡി മെൻഷൻ, ആൻറ്റണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ്സ് ആയിരിക്കും. അപ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2-3 വേർഡ്സ് നമുക്ക് നോക്കാം. ഒന്ന് ഇലെക്വൻറ്റ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ഇലെക്വൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഇലെക്വൻറ്റ് എന്നുള്ള വേർഡ് നമുക്ക് കൊടുക്കാം, അൺഡിഗ്നിഫൈഡ് എന്നുള്ള വേർഡും കൊടുക്കാം. അപ്പോൾ അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അത് മതിയാവും. അടുത്ത വേർഡ് എന്ന് പറയുന്നത് എക്സോർബിറ്റൻ എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ അതിന് നമുക്ക് റീസണബിൾ എന്നുള്ള വേർഡാണ് അതിന് ആൻറ്റണിമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ കൊടുത്തിരുന്നത്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഒബ്സലീറ്റ് എന്ന് പറയുന്ന വേർഡാണ്. അതിന് നമുക്ക് മോഡേൺ, ന്യൂ എന്നുള്ള വേർഡൊക്കെ കൊടുക്കാം. ഒബ്സലീറ്റ് എന്നുള്ള വേർഡിന് മോഡേൺ, ന്യൂ എന്നുള്ള വേർഡൊക്കെ നമുക്ക് ആൻറ്റണിമായിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് അടുത്ത വേർഡ് എന്ന് പറയുന്നത് എഗാലിറ്റേറിയൻ എന്ന് പറയുന്ന വേർഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നുകിൽ നോൺ എഗാലിറ്റേറിയനിസം, നോൺ എഗാലിറ്റേറിയൻ എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അൺഡെമോക്രാറ്റിക് എന്നും കൊടുത്താലും അത് ശരിയാണ്. എലിറ്റിസം എന്നുള്ള വേർഡ് കൊടുത്താലും അത് നമുക്ക് ഈക്വലായിട്ട് ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 2-3 വേർഡ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 50 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഇത് ആൻസർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇടാം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസറിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. 50 വേർഡ്സിൻ്റെ മതി എന്തായാലും, കൂടുതൽ എഴുതേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പാരഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് എക്സീഡിങ് 50 വേർഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, ഹൗ വാസ് എ ന്യൂക്ലിയർ ഇഷ്യൂ പ്രസന്റഡ് ഏർലിയർ എന്നുള്ളതാണ്. അപ്പം അരുന്ധതി റോയ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സമറൈസ് ചെയ്ത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ വേണമെങ്കിൽ ഇതിൽ ഷെയർ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് കാണാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ്, കുട്ടികൾക്ക് പെട്ടെന്ന് വായിച്ചാൽ ചിലപ്പോൾ അങ്ങനെ എളുപ്പം മനസ്സിലാവുന്നതല്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കേൾക്കണം പറ്റുമെങ്കിൽ. ഹൗ വാസ് ദ ന്യൂക്ലിയർ ഇഷ്യൂ പ്രസന്റഡ് ഏർലിയർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ന്യൂക്ലിയർ ഇഷ്യൂവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻസർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതായത് ന്യൂക്ലിയർ ഇഷ്യൂ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. ദ ആൻസർ ഇസ്, ദ ന്യൂക്ലിയർ ഇഷ്യൂ വാസ് സ്റ്റേറ്റഡ് ആൻഡ് റീസ്റ്റേറ്റഡ് പാഷനേറ്റ്ലി, eloquently and knowledgeably numerous times earlier by many writers and learned people. ഒരുപാട് അറിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ തന്നെ വളരെ ഒരു പാഷനേറ്റ് ആയിട്ടാണ്, ഭയങ്കര എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ന്യൂക്ലിയർ ഇഷ്യൂവിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആൻസറായിട്ട് പറയാൻ പറ്റുന്നത്. ബേസിക് ആയിട്ട് ഈ ഒരു പോയിന്റ് വേണം അതിനകത്ത് വരാനായിട്ട്. ബാക്കി നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓഫ് ന്യൂക്ലിയർ വാർ ഓൺ അവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ന്യൂക്ലിയർ വാറിന്റെ ഇമ്പാക്ട് നമ്മുടെ എൻവയോൺമെന്റിൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയർ വാർ വന്നാൽ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ എൻവയോൺമെന്റിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത്. ദി ഇമ്പാക്ട് ഓഫ് ന്യൂക്ലിയർ വാർ ഓൺ ദി എൻവയോൺമെന്റ് ഈസ് ബിയോണ്ട് വാട്ട് വേർഡ്സ് ക്യാൻ മിയർലി കോംപ്രിഹെൻഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും വളരെ അപ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വാറിന്റെ എഫക്റ്റ് ഓൺ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. To put it mildly, we can say that nuclear wars will rage fires in our cities, turn water to toxic ice, and cause radioactive fallout that will kill or poison every living being on earth. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫയർ
ഒരു സിറ്റി എല്ലാം നശിച്ചു പോകും, തീപിടുത്തം ഉണ്ടാവും. ന്യൂക്ലിയർ വാർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റാതെയാകും, നമുക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാം പോയിസണസ് ആയിട്ട് മാറും. ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പോയിസണസ് ആയിട്ട് നമുക്ക് തൊടാൻ പോലും പറ്റാതെ, നമുക്ക് കഴിക്കാൻ പറ്റാതെ, നമുക്ക് കുടിക്കാൻ പറ്റാതെ ആയിട്ട് മാറും. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വാർ ഉണ്ടായാൽ പിന്നെ ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യം ഇല്ല അതിനകത്ത്. അപ്പോൾ ആ ഒരു പോയിന്റ് വേണം അതിനകത്ത് വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ന്യൂക്ലിയർ വാർ സർവൈവേഴ്സ്. ന്യൂക്ലിയർ വാർ സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സർവൈവ് ചെയ്താൽ അവരുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ്. ദ സർവൈവേഴ്സ് ഓഫ് ന്യൂക്ലിയർ വാർ വിൽ ബി എ ഡൂംഡ് ലോട്ട്. പിന്നെ അവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ്. അവർ ബേൺഡ് ആവും, ബോൾഡ് ആവും, ഇൽ എന്നുള്ള കണ്ടീഷനിലാണ്, അസുഖങ്ങളുണ്ടാവും അവർക്ക്. അപ്പം അവർ നശിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുമായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. മൊത്തത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് തന്നെ അവർക്ക് തോന്നും. ദേ വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് ടു ക്യാരി ദ ക്യാൻസറസ് കാർക്കസസ് ഓഫ് ദ ഡെഡ് റിലേറ്റീവ്സ്. ഈ ശരിക്കും പറഞ്ഞാൽ അവർക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ കുറേ അസുഖങ്ങളുണ്ടാകും, മരിക്കുന്നത് നന്നായിരുന്നു എന്ന് അവർക്ക് തോന്നും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. സർവൈവേഴ്സിൻ്റെ കണ്ടീഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് പാരഗ്രാഫ് നോട്ട് എക്സീഡിങ് 100 വേർഡ്സ് എന്ന് പറയുന്നതാണ്. അപ്പം പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്യാം, പക്ഷേ 100 വേർഡ്സ് എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് സജസ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് എ ന്യൂക്ലിയർ വാർ? എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ദി ഹെഡ് ഓഫ് ദി ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ് ഓഫ് ദി ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഇൻ ബോംബെ അഡ്വൈസസ് us to take iodine pills and remain indoors, consuming only stored water and food and avoiding milk എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ആൾക്കാർ, അദ്ദേഹം ഹെഡ് ഓഫ് ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ്, ഇവർ നമുക്ക് തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അയൺ പിൽസ് എടുക്കണം എന്നാണ്. വീടിനകത്ത് തന്നെ ഇരിക്കുക, സ്റ്റോർഡ് വാട്ടർ മാത്രം കുടിക്കുക, ഫുഡ് അതുപോലെ തന്നെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക, മിൽക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇൻഫൻസിന്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാം, പൗഡേർഡ് മിൽക്ക് കൊടുക്കാം എന്നുള്ളതാണ് അവർ തരുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി ഓതേഴ്സ് വ്യൂ ഓൺ ദ തിയറി ഓഫ് ഡിറ്ററൻസ്. തിയറി ഓഫ് ഡിറ്ററൻസിനെ കുറിച്ച് ഓതറിന്റെ വ്യൂ എന്തൊക്കെയാണ്? അതിന്റെ തിയറി നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിയറി ഓഫ് ഡിറ്ററൻസ് എന്ന് പറയുന്നത് പ്രിവെന്റഡ് ദ കോൾഡ് വേൾഡ് വാർ ഫ്രം ടേണിംഗ് ഇൻ ടു ദ തേർഡ് വേൾഡ് വാർ. തേർഡ് വേൾഡ് വാർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എഗൻ ദ തിയറി ഓഫ് ഡിറ്ററൻസ് ഹാസ് ടു ഫ്ലോസ്. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് വാട്ട് ഡിറ്റേഴ്സ് യു വിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റർ യുവർ എനിമി ഓൾസോ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ എനിമിയും അത് തന്നെയായിരിക്കും നമ്മളോട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഭയങ്കര മിടുക്കന്മാരായിട്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ എനിമിയും ചിന്തിക്കും എന്നുള്ളതാണ്. ഫ്ലോ നമ്പർ 2 എന്ന് പറയുന്നത് ഇതൊരു പേടി, അതായത് പേടി, നമ്മൾ കുറേ വെപ്പൺസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നു. ന്യൂക്ലിയർ വാർ വെപ്പൺസ് ഉണ്ട് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ എനിമിയുടെ കയ്യിലും അതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പേടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഈ തിയറിയുടെ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അതാണ്. ഈ തിയറിയൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 300 വേർഡ്സിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റനാണ് പറഞ്ഞേക്കുന്നത്. ഇലൂസിഡേറ്റ് അരുന്ധതിറോയ്സ് ആർഗ്യുമെന്റ് അഗൈൻസ്റ്റ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. എന്താണ് അരുന്ധതിറോയുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്? നമ്മൾ പോയിന്റ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, 300 വേർഡ്സിൽ കൊടുത്തിട്ടില്ല. അത് നടക്കുന്ന കാര്യമല്ലെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഈ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചിട്ട് ചെയ്യാം. റോ ഈസ് ടോട്ടലി എഗൻസ്റ്റ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിക്ക് എഗൻസ്റ്റ് ആണ് അരുന്ധതി റോയ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നു ബിക്കോസ് ആർ എനിമീസ് ഹാവ് ഇറ്റ്. അതാണല്ലോ നമ്മുടെ പോയിന്റ്. എനിമീസിന് അതുള്ളത് കൊണ്ട് നമ്മളും സേവ് ചെയ്ത് വെക്കുന്നു. ശരിക്കും അത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, നോൺ സെൻസിക്കലാണ്. ട്രൈസ് ടു ബ്രിങ് അപ്പ് സോളിഡ് സെൻസിബിൾ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് അബോളിഷിംഗ് ദി ഐഡിയ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ന്യൂക്ലിയർ വാർ. അപ്പം ഇവർ ശരിക്കും ഇവിടെ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊണ്ടുവരാൻ ശരിക്കുന്നു. നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസും ന്യൂക്ലിയർ വാറും അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ പോയിന്റ്. ആ പോയിന്റ്സ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. 300 വേർഡ്സ് വേണമല്ലോ, അതുകൊണ്ട്. ദെൻ ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. നമ്മുടെ എൻഡ് ഓഫ് ഇമാജിനേഷനിൽ അരുന്ധതി റോയുടെ റെസ്പോൺസ് എന്താണ് ടു ദ സ്റ്റേറ്റ്മെന്റ് സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം അവിടെ സമ്മറൈസ് ചെയ്യാം. ഇവിടെ ഒരു സ്പെല്ലിംഗ് എറർ വരുന്നുണ്ട്, സമ്മറൈസ് എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ആ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സിനെ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ട് വേണം ഇതിന് ആൻസറായിട്ട് നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഇനിയും ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്.